എല്ലാവർക്കും ഇറ്റ്സ് മീ അബ്സുലേക്ക് സ്വാഗതം. ഞാൻ ഇറ്റ്സ് മീ അബ്സു. ഇന്ന് നമ്മൾ പറയാൻ പോണ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈ ഒന്നാമത് പ്രശ്നങ്ങളുടെ ഒരു കൂടാമല. പരിക്കായാലും ബാക്കി എന്ത് കേസായാലും നല്ല രീതിക്ക് ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് ഒരു പ്രസ് മീറ്റിംഗ് കൂടിയും വെച്ചു. അതിലാണെങ്കിൽ മുട്ടൻ മൂഞ്ചലും കൂടി കിട്ടിയോടുകൂടി വൻ സീനായേക്കാണ്. സോഷ്യൽ മീഡിയ മൊത്തം മുംബൈന്റെ വൻ പ്രശ്നങ്ങളും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാണ്. എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇന്ന് നടന്ന പ്രസ് മീറ്റിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് രോഹിത് ശർമ്മയെ പോയിട്ട് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ അതുപോലെ തന്നെ ബോച്ചറും ഉത്തരങ്ങൾ ക്ഷമയോട് കൂടിയാണ് കൊടുത്തത്. അതും പോരാണ്ട് ചില ചോദ്യങ്ങൾക്ക് ഉത്തരവും കാര്യങ്ങളും ഒന്നും കൊടുത്തില്ല. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വൻ രീതിക്ക് അത് വിഷയം തർക്കവും കാര്യങ്ങളൊക്കെ ആയേക്കാണ്. അതിന്റെ ഇടയിൽ കൂടി ഒരു റിപ്പോർട്ടർ ഹാർദിക് പാണ്ഡ്യയോട് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. കോൺട്രാക്റ്റിൽ ക്യാപ്റ്റൻസി ക്ലോസ് ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിന് ഹാർദിക് പാണ്ഡ്യക്ക് നൽകാൻ ഒരു ഉത്തരം പോലും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം കുറച്ച് മുടന്തൻ ന്യായങ്ങളൊക്കെയാണ് പറഞ്ഞത്. അതും പോരാണ്ട് അതിന് തൊട്ട് പിന്നാലെ തന്നെ മുംബൈ മാനേജ്മെന്റ് വന്നിട്ട് ആ റിപ്പോർട്ടറോട് ഇത് നിങ്ങൾ കട്ടാക്കും, ഇതിന്റെ ആവശ്യമില്ല, ഇങ്ങനത്തെ ചോദ്യങ്ങളും കാര്യങ്ങളൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് അത് മൊത്തത്തിൽ ഒഴിവാക്കി വിടുന്ന ഒരു ദൃശ്യം കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഹാർദിക് പാണ്ഡ്യ പറഞ്ഞ ഉത്തരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ വിചിത്രമായ കാര്യമൊന്നുമല്ല. ഞാൻ രോഹിത്തിന്റെ കൂടെ ഒരുപാട് നാൾ കളിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ അല്ലേ, എന്നോട് കൂടെ എപ്പോഴും അദ്ദേഹത്തിന്റെ കൈ ഉണ്ടാകും, എന്നെ സഹായിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഒഴിവാക്കാൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലാവുന്നില്ല. എന്താണ് അവർ ഉദ്ദേശിച്ചത് വലിയ കാര്യമായിട്ട് പിടികിട്ടിയില്ല. ഒരു ഐഡിയ അല്ലാത്ത സെറ്റപ്പ് ആയി പോയി. പിന്നെ ബോൾച്ചറോട് ഒരു പുള്ളി ചോദിക്കുന്നു, റിപ്പോർട്ടർ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് രോഹിത്തിനെ മാറ്റി ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റൻസി ആക്കിയത്? അതിനും ഉത്തരം പറയാൻ ബോൾച്ചറിന്റെ ഒരു ഇതില്ല. ബോൾച്ചർ പറഞ്ഞ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഭാവിയെ മുൻകൂട്ടി കണ്ട് ചെയ്ത ഒരു ഇതെന്നൊക്കെയാണ്. ഇന്നത്തെ വീഡിയോ എത്രത്തോളം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനത്തെ പുതിയ പുതിയ ക്രിക്കറ്റ് ന്യൂസുകളുമായി ഞാൻ എത്തുന്നതാണ്. അപ്പൊ ബൈ.